ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് iPhone 14 Pro Maxിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതാണ് നമ്മുടെ iPhone 14 Proയുടെ ബോക്സിംഗ് പാക്കേജ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. സോ ഇതാണ് ബോക്സിംഗ് പാക്കേജ്. നമുക്ക് ഈ ഒരു റാപ്പിംഗ് ഒക്കെ ഒന്ന് പതുക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോക്സ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് പതുക്കെ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കറൻ്റ് കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇതിൻ്റെ സെയിൽസ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നമ്മുടെ ഐഫോൺ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ സ്മാർട്ട് ഫോണാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് വൈറ്റ് കളർ iPhone 14 Pro ആണ്. അപ്പോൾ നേരെ നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ്. നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ഈ ഒരു സംഭവം ടീർ ചെയ്ത് കളയാം. ഇത് ക്ലോണും കാര്യങ്ങളൊന്നും അല്ല, ഒറിജിനൽ സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഇല്ല, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് മാറ്റാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഫ്രണ്ട് സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്ത് മാറ്റാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ iPhone 14 Pro എന്ന് പറയുന്ന ഡിവൈസ്. നല്ല കിടിലൻ ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബോക്സി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഒരു വൈറ്റ് കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും സ്മാർട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ലൈറ്റ്നിങ് കേബിൾ കിട്ടുന്നുണ്ട്. ഇതാണ് ഒരു കേബിൾ. പിന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റേഷനും സ്റ്റിക്കേഴ്സും അടങ്ങുന്ന ഒരു ചെറിയ പാക്കും കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. സോ ഇത്ര മാത്രമാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് കടക്കാം. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഒരു ഡൈനാമിക് ഐലൻഡ് നോച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി നോച്ച് ബ്രാൻഡ് റിമൂവ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ സൈഡ് ഭാഗങ്ങൾ, അതായത് ആ ഒരു റൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വലുതാക്കിയിട്ടുണ്ട്. നല്ല വലിയ ക്യാമറ സെൻസേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പുതിയൊരു ചിപ്സെറ്റാണ് ഇവിടെ കമ്പനി പവർ ചെയ്തിട്ടുള്ളത്. ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബയോണിക്കിഡിൽ ഒരു ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിലത്തെ നോച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഐലൻഡ് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി ഇതിനെ വിളിക്കുന്ന പേര് ഡൈനാമിക് ഐലൻഡ് എന്നാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു ചെറിയൊരു അൺബോക്സിങ്ങിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഈ ചാനലിൽ വരുന്നതാണ്. കറൻറ്റ്ലി മറ്റുള്ള ചാനലിലൊന്നും അൺബോക്സിങ് വന്നിട്ടില്ല. ഈ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ.